പൈവളികി പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. സാരംഗ് സുരേഷുണ്ട്. സാരംഗ്, എന്താണ് UDFന്റെ പൊതുനിലപാട്? ഇവിടെ എങ്ങനെ BJPക്ക് വോട്ട് ചെയ്തു? തുടർ നടപടി എങ്ങനെ? എന്ത്? നിതീഷ്, കാസർഗോഡിന്റെ വടക്കൻ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നാണ് പൈവളികെ ഗ്രാമപഞ്ചായത്ത്. അവിടെ ഇത്തവണ സീറ്റ് നില എന്നത് UDFന് 9, LDFന് 7, BJPക്ക് 5 എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് കൂടുതൽ അംഗങ്ങൾ LDFനുള്ളതിനാൽ തന്നെ LDFന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ BJP അംഗത്തിന് 4 UDF അംഗങ്ങൾ വോട്ട് മറച്ചു ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് യാദൃച്ഛികതയുടെ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവായോ ഒന്നും തന്നെ സംബന്ധിച്ചുണ്ടായതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും അച്ചടക്ക നടപടിയിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രാദേശിക അടവ് നയം എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഒരു പാത സ്വീകരിച്ചതാണോ എന്ന് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി പറയാനായിട്ടില്ല. എന്തായാലും കാസർഗോഡ് മഞ്ചേശ്വരം മേഖലയെ സംബന്ധിച്ച് ഇത്തരത്തിൽ UDFും BJPയും ഈ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നത് മുന്നോട്ടേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കി മാറ്റാനായിരിക്കും LDF. ശരി, കാസർഗോട്ടും മറ്റത്തൂർ മോഡൽ സംഭവിച്ചു. പൈവളികെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.